കാണുമ്പോ തന്നെ കാലുമ്പോ വീണു പോകും. ബിഗ് ബോസ് ഇപ്പൊ സീസൺ 7 എത്തി. അപ്പൊ കഴിഞ്ഞ സീസൺ വരെ ലാലേട്ടന്റെ അടുത്ത് എല്ലാ കണ്ടസ്റ്റന്റിനും നല്ല റെസ്പെക്ട് ആയിരുന്നു. ഉറപ്പായിട്ടും അത് പറയണുണ്ടായിരുന്നു. ഇപ്പോ അത് പല രീതിക്ക് ലാലേട്ടൻ തന്നെ പല ഫേസിലും അതിന്റെ ഒരു എക്സ്പ്രഷൻസ്, ലാലേട്ടനോട് കയർത്ത് സംസാരിക്കുക, കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുക, അതായത് നോക്കി കാണും നിങ്ങള്. ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഞാനൊക്കെ കാണുന്ന എന്താ പറയാ മഹാനടൻ. ഒരു നമുക്ക് കാണുമ്പോ തന്നെ ആള് ഫുൾ ഒരു സിംഹത്തിന്റെ പോലെ. ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോ അവിടെ ബാക്കിൽ നിന്ന് പെട്ടെന്ന് വരിക ആള് കാണുമ്പോ തന്നെ കാലുമ്പോ വീണു പോകും. ആള് വലിയൊരു മനുഷ്യൻ തന്നെയാണല്ല, ആളും ഒരു മനുഷ്യനാണ്. പക്ഷെ നമുക്ക് ആളെ കാണുമ്പോൾ ചെറുപ്പം മുതൽ ആൾ കണ്ടു തുടങ്ങാണ്. അപ്പൊ ആളൊരു റെസ്പെക്ട് അവിടെ. ഞാൻ പറയാലോ, ഫസ്റ്റ് എന്റെ പേര് പറയാം, ആര്യൻ. തീരെ റെസ്പെക്ട് ഇല്ല. എന്താണ് സംസാരിക്കണത്, ലാലേട്ടനാണോ അതോ അവിടെ നിൽക്കണം അപ്പുറത്ത് നിൽക്കണം ആരാണെന്നുള്ള ആൾക്കൊരു ചിന്തയില്ല. നന്നായി റെസ്പെക്ട് ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ലാലേട്ടൻ ഒരു സന്തോഷം ഉണ്ടാവും. ഈ കഴിഞ്ഞ ഓണത്തിന് ഈ ഓണത്തിന് ലാലേട്ടൻ പോയിട്ടുണ്ടായിരുന്നു ഹൗസിന്റെ ഉള്ളിലേക്ക്. അവർക്ക് എന്തോ ഒരു ചോക്ലേറ്റ് എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഗോൾഡ് പേപ്പർ ആയിട്ട്. അത് ലാലേട്ടൻ എല്ലാവർക്കും എടുത്ത് കൊടുക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവുക. അത് കൈയിട്ട് വാരി എടുത്തുകൊണ്ട് എനിക്ക് മനസ്സിലാവില്ല ഇത് എന്താ ചെയ്യണമെന്നുള്ളത്. അങ്ങനെയൊന്നും നമ്മുടെ സീസണിൽ അവർ ലാലേട്ടൻ തരുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്. നമുക്കൊരാൾ അത് മഹാനടനായ ലാലേട്ടൻ തരുമ്പോൾ നമുക്ക് കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ ആളുടെ കയ്യിൽ നിന്നാണ് കിട്ടുന്നത്. ഞാൻ ലാലേട്ടൻ്റെ ഒപ്പം എൻ്റെ വീട്ടിലെ ഫ്രെയിം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെ ഒപ്പം ഗോൾഡ് കോയിൻ അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ അത്രയും നമ്മൾ മനസ്സിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ലാലേട്ടൻ എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ റെസ്പെക്ട് ഇല്ലാണ്ട് സംസാരിക്കുന്ന അത്രയും മോശമായ കാര്യമാണ്. ലാലേട്ടന് അതിൽ ഭയങ്കര വിഷമമുള്ളത് കൊണ്ടാണോ ഇപ്പോഴത്തെ സീസണിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടൻ ഭയങ്കര രീതിയിൽ ഷൗട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ഭയങ്കര രീതിയിൽ അവരെ? ലാലേട്ടൻ ഞാൻ ഒരു കാര്യം പറയട്ടെ, ലാലേട്ടനോട് അവർ പറയുന്ന കാര്യങ്ങളാണ് ലാലേട്ടൻ ചെയ്യാം. ലാലേട്ടൻ ഒരു സാലറിക്ക് നിൽക്കുന്ന മനുഷ്യനാണല്ലോ, അല്ലേ? അപ്പൊ പിന്നെ അവര് പറയുന്ന കാര്യങ്ങളല്ലേ ചെയ്യണ്ടേ? ലാലേട്ടൻ ഷൗട്ട് ചെയ്യണത് അവർ കാര്യങ്ങൾ കണ്ടോണ്ട്. ബിഗ് ബോസിൽ ആൾക്കാർ കണ്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ വ്യക്തമായി ലാലേട്ടൻ ഇപ്പൊ ബിഗ് ബോസ് കാണേണ്ട ചില ഭാഗങ്ങൾ കാണും. അപ്പൊ അത് കണ്ടിട്ട് ലാലേട്ടന്റെ ദേഷ്യം വരുമ്പോൾ ലാലേട്ടൻ അത് ഷൗട്ട് ചെയ്ത് സംസാരിക്കും. നമ്മളെല്ലാരും ഇപ്പൊ സാലറിക്ക് അതിനനുസരിച്ചുള്ള പണിയെടുക്കണ്ടേ? ഇപ്പൊ കൂടുതൽ ബിഗ് ബോസ് സീസൺ 7 ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കുന്നത് ലാലേട്ടനാണെന്ന് പറയുന്നുണ്ട്. ലാലേട്ടനാണ് ഇപ്രാവശ്യത്തെ കപ്പടിക്കേണ്ടത്. സത്യം പറയാലോ, ലാലേട്ടാണ് കപ്പ് കൊണ്ടിരണ്ടേ. ലാലേട്ടൻ കപ്പടിക്കട്ടെ, ലാസ്റ്റ് പോയിട്ട് എല്ലാരും പുറത്താക്കിട്ട് ലാലേട്ടൻ അടിക്കട്ടെ.